തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലംപരിശായതിനു ശേഷവും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന വിലയിരുത്തലിൽ CPIM. തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയില്ല എന്ന് MV ഗോവിന്ദൻ. കപ്പൽ അങ്ങനെ മുങ്ങുന്നതല്ല എന്നാണ് കണക്കുകൾ. കപ്പലിങ്ങനെ ദ്വാരം പിടിച്ച് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രചരണം നടത്തിയവർക്ക് അങ്ങനെ മുങ്ങുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നതാണ് കണക്ക്. മലപ്പുറത്തെയും മധ്യ കേരളത്തിലെയും തോൽവി ആഴത്തിൽ പരിശോധിക്കും. UDF-മായി ഒരിടത്തും മുന്നണി ബന്ധത്തിനില്ല എന്നും MV ഗോവിന്ദൻ. തദ്ദേശ തിരിച്ചടിക്ക് കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന CPI നിലപാട് തള്ളി CPIM. സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല. ക്ഷേത്ര നഗരങ്ങളിൽ നേട്ടം ഇടതുമുന്നണിക്ക്. അന്വേഷണം പൂർത്തിയാകും വരെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്ന പ്രശ്നമില്ലെന്നും MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കാൻ മുന്നണി വിപുലീകരണം ലക്ഷ്യമിട്ട് UDF. തെരഞ്ഞെടുപ്പിന് മുൻപ് വിപുലീകരണം സാധ്യമാക്കുമെന്ന് VD സതീശൻ. മുന്നണിയുടെ അടിത്തറ ശക്തമായിരിക്കും, വിപുലീകരിക്കപ്പെടും. പലതരത്തിൽ പല രീതിയിലാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. മാണി ഗ്രൂപ്പിനെ തിരികെ എത്തിക്കണമെന്ന് മുസ്ലിം ലീഗ്. ചർച്ചകളിൽ പ്രസക്തിയില്ല എന്ന് കേരള കോൺഗ്രസ് M. മാണി വിഭാഗത്തെ ക്ഷണിക്കുന്നതിൽ ജോസഫ് ഗ്രൂപ്പിന് അതൃപ്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ UDF. സാമൂഹിക ഘടകങ്ങൾ അനുകൂലമെന്ന് VD സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലും EC വാക്ക് ഓവർ ആവർത്തിക്കുമെന്ന് PMA സലാം. അനന്തപുരിയുടെ മേയർ ആരാകും എന്നതിൽ ഉദ്വേഗം തുടരുന്നു. BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷിന് നറുക്കുവീഴാൻ സാധ്യത. R ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ ആയേക്കും. കോഴിക്കോട് S ജയശ്രീക്ക് മുൻതൂക്കം. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഉറച്ച് UDF. കേന്ദ്ര സർക്കാർ ഇടപെടലിനെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രതിസന്ധി. 19 സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച് കേന്ദ്രം. വിലക്കിയവയിൽ കൂടുതലും പലസ്തീൻ പ്രമേയമായ സിനിമകൾ. IFFK വേദിയിൽ പ്രതിഷേധം. അനുമതി നിഷേധിച്ചവരെ ഭ്രാന്തന്മാർ എന്ന് വിളിക്കണമെന്ന് MA ബേബി. കോൺഗ്രസിന്റെ മോദി ഖബർ മുദ്രാവാക്യത്തെ ചൊല്ലി പ്രക്ഷുബ്ധമായി പാർലമെന്റ്. പ്രധാനമന്ത്രിയുടെ മരണമാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്ന് JP നദ്ദ. കോൺഗ്രസ് മരണത്തിന് ജയ് വിളിക്കുന്നവരെന്ന് കിരൺ റിജിജു. രാഹുലും സോണിയയും മാപ്പു പറയണമെന്ന് BJP. ഇരുസഭകളും ബഹളത്തിൽ പിരിഞ്ഞു. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ സംഘത്തിന്റെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി. അതിക്രമ സമയത്ത് പൾസർ സുനി ഫോണിൽ ബന്ധപ്പെട്ട ശ്രീലക്ഷ്മി ആരെന്ന് ചോദ്യം. ശ്രീലക്ഷ്മിയെ സാക്ഷിയാക്കാത്തത് എന്തുകൊണ്ട്? ഫോണിന്റെ വിശദാംശങ്ങൾ ഹാജരാക്കാത്തത് സംശയാസ്പദമെന്നും കോടതി. കേസിൽ ശ്രീലക്ഷ്മിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നുവെന്ന് ഭർത്താവ്. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ ശബരിമല ദർശനം നടത്തി ദിലീപ്. എതിർപ്പ് ശക്തമായതോടെ എറണാകുളം ശിവക്ഷേത്രത്തിലെ പരിപാടിയിൽ നിന്ന് ദിലീപിനെ ഒഴിവാക്കി. ക്ഷേത്ര കമ്മിറ്റി. ഉത്സവ കൂപ്പൺ ഉദ്ഘാടകനായി തീരുമാനിച്ചിരുന്നത് ദിലീപിനെ. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനൊടുവിൽ ജാമ്യം. തിരുവനന്തപുരം ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. ജയിലിൽ കിടന്നത് മെൻസ് കമ്മീഷന് വേണ്ടിയെന്ന് രാഹുൽ. ജാമ്യം കിട്ടാതിരിക്കാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ കള്ളം പറഞ്ഞെന്നും ആരോപണം. ഭാര്യ പറയുകയാണ്, പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ നിർത്ത്, എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നത്? ഈ സാധനത്തിന് വേണ്ടിയാണ്. മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത്.
രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാർ അപ്പീൽ പരിഗണിക്കാൻ മാറ്റി. ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് വ്യാഴാഴ്ച വരെ നീട്ടി. ചലച്ചിത്ര സംവിധായകൻ PT കുഞ്ഞു മുഹമ്മദിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി CJM കോടതി. കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച് പോലീസ്. PT കുഞ്ഞു മുഹമ്മദിന്റെ ജാമ്യാപേക്ഷ ബുധനാഴ്ച പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ച് UDF MPമാർ. കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം. സ്വർണം കെട്ടവരാരപ്പാ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കെട്ടവരാരപ്പാ സഖാക്കളാണ് അയ്യപ്പ. ലോഹം കെട്ടവരാരപ്പാ സഖാക്കളാണ് അയ്യപ്പ. സ്വർണം കെട്ടവർ. പ്രതിഷേധിച്ചത് ആന്റോ ആന്റണി MP-യുടെ നേതൃത്വത്തിൽ. കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ. പാർട്ടിക്ക് ദിശാബോധം നഷ്ടപ്പെട്ടെന്ന സംഘപരിവാർ അനുകൂലിയുടെ പോസ്റ്റ് എക്സിൽ പങ്കുവെച്ച് കുത്ത്. രാഹുൽ ഗാന്ധിക്കും തരൂരിനും 2 പ്രത്യയശാസ്ത്ര പ്രവണതയെന്നും പോസ്റ്റിൽ. തരൂരിന്റെ വിവാദ റീപോസ്റ്റിംഗ് നിരീക്ഷണങ്ങൾക്ക് നന്ദി എന്ന കുറിപ്പോടെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധിക്ക് പിന്നാലെ പത്തനംതിട്ട CPIM-ൽ ഉൾപാർട്ടി കലഹം. ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാലുവാരിയെന്ന് മുൻ MLA KC രാജഗോപാൽ. ആരോപണം വസ്തുതാവിരുദ്ധമെന്ന് ഏരിയ സെക്രട്ടറി TV സ്റ്റാലിൻ. പരാതിയുണ്ടെങ്കിൽ പറയേണ്ടിയിരുന്നത് പാർട്ടിക്കുള്ളിൽ. മലപ്പുറം തെന്നലയിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി വിജയിച്ച LDF സ്വതന്ത്രൻ. വോട്ടിനു വേണ്ടി കെട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളെ കാഴ്ചവെക്കരുത് എന്ന് KV മജീദ്. അന്യാണുങ്ങളെ മുമ്പിൽ പോയി നിസ്സാര ഒരു വോട്ടിന് വേണ്ടി സയ്യിദ് മജീദിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു വാർഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ന കുടുംബത്തിൽ നിന്ന് കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവെക്കാനല്ല എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വിവാദമായപ്പോൾ മാപ്പു പറഞ്ഞു മജീദ്. വളാഞ്ചേരിയിൽ ലീഗ് പ്രാദേശിക നേതാവിന്റെ കൊലവിളി പ്രസംഗം. ഈ പ്രവർത്തകർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിൽ കയറി നിങ്ങളുടെ കാലിന്റെ കണ്ണി തട്ടി മുറിച്ചിട്ടല്ലാതെ ഈ പ്രസ്ഥാനം പിന്നോട്ട് പോകില്ല എന്ന് ഇവിടെയുള്ള നാരികളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. BJP വിജയാഘോഷത്തിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി മണ്ണാർക്കാട് നഗരസഭയിൽ തോറ്റ LDF സ്ഥാനാർത്ഥി. പരിപാടിയിൽ പോയത് സുഹൃത്തായതുകൊണ്ടെന്ന അഞ്ജു സന്ദീപ്. ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റുകാരിയെന്നും അതിൽ മാറ്റമില്ലെന്നും അഞ്ജു. പാലാ നഗരസഭയിൽ സ്വതന്ത്രരായി ജയിച്ച പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ തീരുമാനം ഉറ്റുനോക്കി മുന്നണികൾ. 3 വാർഡിലെയും വോട്ടർമാരുടെ അഭിപ്രായത്തിന് ശേഷം തീരുമാനമെന്ന് കുടുംബം ഹലോ മലയാളത്തിൽ. മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാത്ത ഭൗതിക നേട്ടങ്ങളൊന്നുമില്ലാതെ ഞങ്ങളോടൊപ്പം നിന്ന ഒരുപറ്റം കൂട്ടുകാർ, ഞങ്ങളുടെ ബന്ധുക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വെൽവിഷേഴ്സ്, അങ്ങനെയുള്ളവരോട് എല്ലാവരോടും ഞങ്ങൾക്ക് അവരുടെ കൂടി മനസ്സറിയേണ്ടതായിട്ടുണ്ട്. സ്വതന്ത്രരായി ജയിച്ചത് ബിനു പുളിക്കക്കണ്ടം, മകൾ ദിയ ബിനു, ബിനുവിന്റെ സഹോദരൻ ബിജു എന്നിവർ. പഠനവും ജനപ്രതിനിധിയുടെ ചുമതലയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് ദിയ പുളിക്കക്കണ്ടം. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഒരു വലിയ ചാലഞ്ച് തന്നെയായിരിക്കും. പക്ഷേ ചാലഞ്ചുകൾ സ്വീകരിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ അത് ഒരു പൂർണ്ണ വിശ്വാസമുണ്ട്. വയനാട് പടിക്കാംവയൽ ഉന്നതിക്ക് സമീപം ജനവാസ മേഖലയിൽ കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനംവകുപ്പ്. RRT സംഘം തെരച്ചിൽ തുടങ്ങി. കാണാതായ തോട്ടം തൊഴിലാളി ബേബിയെ കണ്ടെത്തി. കാസർഗോഡ് നീലേശ്വരത്ത് തെയ്യത്തിന്റെ അടിയേറ്റ് യുവാവ് അബോധാവസ്ഥയിലായി. സംഭവം പള്ളിക്കര വിഷ്ണുമൂർത്തി ക്ഷേത്ര ഉത്സവത്തിനിടെ. മരത്തിന്റെ പരിച തലയിൽ കൊണ്ട മനുവിന് പ്രാഥമിക ചികിത്സ നൽകി.
26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച NIA. ലഷ്കർ TRF സംഘടനകളുടെ പേരുകൾ കുറ്റപത്രത്തിൽ. രാജ്യം നടുങ്ങിയ സംഭവം നടന്ന് 237 ദിവസത്തിന് ശേഷം കുറ്റപത്രം. രാജ്യതലസ്ഥാനത്ത് പുകമഞ്ഞ് രൂക്ഷമായതോടെ താറുമാറായി വ്യോമറെയിൽ റോഡ് ഗതാഗതം. പ്രധാനമന്ത്രിയുടെ മെസ്സിയുടെ വിമാനമടക്കം വൈകി. ഡൽഹിയിൽ നിന്നുള്ള 40 വിമാന സർവീസുകൾ റദ്ദാക്കി. പലയിടങ്ങളിലും വായു ഗുണനിലവാര സൂചിക 500-നോടടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കം. മോദി ജോർദാനിലെത്തി. എത്യോപ്യയിലും ഒമാനിലും മോദിയുടെ സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം ഉൾപ്പെടെയുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പിട്ടേക്കും. മ്യാൻമർ ജനാധിപത്യാവകാശ പ്രവർത്തക ഓങ് സാൻ സൂചി മരിച്ചിട്ടുണ്ടാകാമെന്ന ആശങ്ക പ്രകടിപ്പിച്ചു മകൻ. അമ്മയെ 2 വർഷമായി കാണാൻ കഴിയുന്നില്ല എന്ന് മകൻ കിം ആരി. 27 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന ഓങ് സാൻ സൂചി ഏകാന്ത തടവിൽ. ഹോങ്കോങ് ജനകീയ പ്രക്ഷോഭ നേതാവ് ജിമ്മി ലായ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ കുറ്റക്കാരനെന്ന് ഹൈക്കോടതി. വൈദേശിക ശക്തികളുമായി ചേർന്ന് ചൈനീസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് കുറ്റപത്രം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ അമേരിക്കയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും ആരോപണം. കൊളംബിയയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണസംഖ്യ 17ആയി. 20 പേർ ആശുപത്രി ചികിത്സയിൽ. അപകടത്തിൽപ്പെട്ടത് ഗ്രാജുവേഷൻ ദിനാഘോഷത്തിന് ശേഷം മടങ്ങിയ +1 വിദ്യാർത്ഥികൾ. അപകട കാരണം ഡ്രൈവർ ഉറങ്ങിപ്പോയത് എന്ന് പ്രാഥമിക നിഗമനം. ജയിലർ 2ാം ഭാഗത്തിൽ രജനീകാന്തിനൊപ്പം വിദ്യാബാലനുമുണ്ടെന്ന് റിപ്പോർട്ട്. വിദ്യാബാലന് കഥ ഇഷ്ടപ്പെട്ടുവെന്നും കരാർ ഒപ്പിട്ടെന്നും സിനിമാ വൃത്തങ്ങൾ. വിദ്യ അവതരിപ്പിക്കുക ശക്തിയായ കഥാപാത്രത്തെയെന്നും സൂചന. കളിക്കളത്തിൽ നിന്നും അഭ്രപാളിയിലേക്ക് താൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുങ്ങുന്നു. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അരങ്ങേറ്റ ചിത്രം. ക്രിസ്ത്യാനോയുടെ സിനിമാ പ്രവേശം സ്ഥിരീകരിച്ച് വിൻ ഡീസൽ.